ഇന്ന് നമുക്ക് ബാക്കി വന്നിട്ടുള്ള പുട്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കാണാം. നമുക്ക് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പുട്ട് ബാക്കി വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ പുട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ളൊരു സവാള ഇതുപോലെ ചെറുതായി കൊത്തിയരിഞ്ഞതും ഒരു 2 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ഒരു സവാളയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി, അല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് പൊടികളുടെയും കൂടെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പം ഒരു ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ തന്നെ നന്നായി കുക്കായി കിട്ടിക്കോളും. തക്കാളിയൊക്കെ തന്നെ ഇതുപോലെ ഉടഞ്ഞു വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പം ഇതൊരു സൈഡിലേക്ക് മാറ്റി ഒരു സൈഡിലായിട്ട് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഈ മസാലയായിട്ട് മിക്സ് ആക്കരുത്. അങ്ങനെയാകുമ്പോൾ മുട്ട വല്ലാണ്ട് കുഴഞ്ഞു പോവും, കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ മുട്ട ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിനി ഈ ഒരു മുട്ട ഈ ഒരു മസാലയിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ രണ്ടും കൂടെ ഇതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർക്കണം. അപ്പോൾ ഒരു മുറി നാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു നീരും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിനി നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പുട്ടും കൂടെ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാല ഈ പുട്ടിൻ്റെ എല്ലാ സൈഡിലേക്കും വരത്തക്ക വിധത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വിതറിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇനി പുട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടമാവും.